മമതാ ബാനർജിയുടെ തൃണമൂൽ ഭരണത്തിന് വിരാമമിടാൻ സർവ്വസന്നാഹങ്ങളുമായാണ് BJP ഇത്തവണ പശ്ചിമ ബംഗാളിൽ പ്രചാരണം കൊഴുപ്പിച്ചത്. 2021 തിരിച്ചടിയിൽ നിന്നും പഠിച്ച പാഠങ്ങളും ഭരണവിരുദ്ധ വികാരവും വോട്ടാക്കി മാറ്റാൻ BJP പുറത്തെടുക്കുന്നത് വമ്പൻ നീക്കങ്ങളാണ്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിലെ റെക്കോർഡ് പോളിംഗ് BJP ക്യാമ്പുകളിൽ വലിയ ആത്മവിശ്വാസമാണ് നൽകിയത്. ഈ ഉയർന്ന പോളിംഗ് തൃണമൂൽ കോൺഗ്രസിനെതിരെയുള്ള ജനവിധിയാണെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ തവണത്തെ പിഴവുകൾ ഇത്തവണ ആവർത്തിക്കാതിരിക്കാൻ BJP തന്ത്രം മാറ്റി. മമതാ ബാനർജിയെ വ്യക്തിപരമായി ആക്രമിക്കുന്നതിന് പകരം ഭരണ സംവിധാനത്തെയും അഭിഷേക് ബാനർജിയെയുമാണ് പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. തൃണമൂൽ ജയിച്ചാൽ അത് ബായ്പോരാജ് അഥവാ അനന്തരവൻ ഭരണം ശക്തിപ്പെടുത്തുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് അമിത്ഷായും സംഘവും ശ്രമിക്കുന്നത്. പുറത്തുനിന്നുള്ള പാർട്ടി എന്ന വിളിപ്പേര് ഒഴിവാക്കാൻ BJP ഇത്തവണ കടുത്ത ഹിന്ദുത്വത്തിനൊപ്പം ബംഗാളി സംസ്കാരത്തെയും ചേർത്ത് പിടിച്ചു. ജയ് ശ്രീറാം വിളികളേക്കാൾ ഉപരിയായി മാ ദുർഗയ്ക്കും മാ കാളിക്കും പ്രാധാന്യം നൽകി. ദക്ഷിണേശ്വർ കാളി ക്ഷേത്രത്തിന്റെ മാതൃകയിലുള്ള വേദി മുതൽ ഹിൽസ മത്സ്യവും താൽമുരിയും ആസ്വദിച്ചു കഴിക്കുന്ന നേതാക്കൾ വരെ തങ്ങൾ ബംഗാളിന്റെ തനത് ഭാഗമാണെന്ന് അവർ ഊന്നി പറയുന്നു. മമതയുടെ ഉറച്ച വോട്ട് ബാങ്കായ സ്ത്രീകളെ അടർത്തി മാറ്റാൻ ആകർഷകമായ വാഗ്ദാനങ്ങളാണ് BJP മുന്നോട്ട് വെക്കുന്നത്. ലക്ഷ്മി ഭണ്ഡാർ പദ്ധതിയുടെ തുക വർദ്ധിപ്പിക്കുമെന്ന ഉറപ്പിനൊപ്പം ആർജിക്കർ ആശുപത്രി പീഡന കേസ് ഉയർത്തിക്കാട്ടി സ്ത്രീ സുരക്ഷയിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനും BJPക്ക് കഴിഞ്ഞു. ബംഗാളി വേരുകളുണ്ടെന്ന് അവകാശപ്പെടുന്ന സ്മൃതി ഇറാനിയെ പോലെയുള്ള നേതാക്കൾ ഇതിനായി മുൻനിരയിലുണ്ട്. മമതയുടെ കോട്ടയിൽ വിള്ളൽ വീഴ്ത്താൻ ഈ തന്ത്രങ്ങൾ പര്യാപ്തമാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. പ്രചരണങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഇനി സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ വരാമെന്നാണ് മോദി പറഞ്ഞത്. അവസാനഘട്ട വോട്ടെടുപ്പ് മെയ് 4 വരാനിരിക്കുന്ന ജനവിധിയും ഏറെ ആകാംക്ഷയോടെയാണ് ജനം കാത്തിരിക്കുന്നത്.